إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പരമകാരുണ്യകന്റെ ആജ്ഞാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും യഥാവിധി പകർത്തിക്കൊണ്ട് ജീവിതങ്ങൾ ധന്യമാക്കി തീർക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടുന്ന, അവന്റെ ഇഷ്ടം നേടുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളും മുത്തഖികളുമായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹചാരികളുമായി സ്വഹാബികളുമായി സംവദിച്ചുകൊണ്ടിരിക്കുന്ന സമയം മക്കയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളും പൗരപ്രമാണികളുമായിരുന്ന രണ്ടാളുകൾ അങ്ങോട്ട് കടന്നു വരികയാണ്. ഉത്ബത്തും ഷൈബത്തും നമുക്കറിയാവുന്നതാണ്. വലിയ ബിസിനസ്സുകാരാണ്, പണക്കാരാണ്, ഗോത്ര നേതാക്കളാണ്, പറഞ്ഞാൽ വാക്കിന് വിലയുള്ളവരാണ്, സമൂഹത്തിൽ സ്വാധീനമുള്ളവരാണ്.
അവർ കയറി വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മുഹമ്മദ്, നിന്നെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, നീ പറയുന്ന ആശയം നല്ലതാണ്, ഞങ്ങളത് സ്വീകരിച്ച് നിന്റെ കൂടെ വരാൻ സന്നദ്ധരാണ്. പക്ഷെ നിന്റെ കൂടെ ഇരിക്കുന്ന ഈ പാവങ്ങളായ അടിമകളായ ഈ ഒരു വിഭാഗത്തിന്, ഈ ബിലാലിനെയും സൽമാൻ ഫാരിസിയെയും അമ്മാറിനെയും ഒക്കെ പോലെ വിയർപ്പിന്റെ ഗന്ധമുള്ള ഈ സാധുക്കളെ ഒന്ന് മാറ്റി നിർത്തും. അവരെ വിയർപ്പിന്റെ ഗന്ധം കാരണം ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ തന്നെ തോന്നില്ല. അവരങ്ങോട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ പോകുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആലോചിച്ചു, ശരിയല്ലോ, ഈ നാട്ടിൽ എനിക്കൊരു ഗ്രിപ്പില്ലാത്ത ടൈമാണ്. പ്രബോധന ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ ശക്തമായ പിന്തുണയൊന്നും സമൂഹത്തിലെ നേതാക്കളിൽ നിന്നും പ്രമുഖരിൽ നിന്നും ലഭിക്കുന്നില്ല. പാവങ്ങളായ ആൾക്കാരാണ് കൂടുന്നത്. ഈ മക്കയിലെ ഏറ്റവും ഉന്നത ശ്രേണിയിലുള്ള ഉത്ബയും ഷൈബയും പോലെയുള്ള ആളുകൾ ഇതിന്റെ ഒപ്പം വന്നാൽ, ഇസ്ലാമിലേക്ക് വന്നാൽ, പിന്നെ മക്കത്ത് പ്രബോധനത്തിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പ്രവർത്തിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. എല്ലാവരും ഇതിന്റെ ഒപ്പം കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്നിങ്ങനെ ആലോചിച്ചു. സ്വാഭാവികമാണ്, നമ്മളൊക്കെ ആലോചിക്കുന്നു. നാട്ടിലെ ഏറ്റവും പ്രമാണിയായിട്ടുള്ള, ഏറ്റവും രാഷ്ട്രീയ സാമൂഹ്യ സ്വാധീനമുള്ള വ്യക്തികൾ ഇങ്ങോട്ട് വരാതെ നമ്മളൊരു ഡിമാൻഡ് വെച്ചാൽ ആ ഡിമാൻഡ് അംഗീകരിച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഓരോ കൂടി കൂട്ടും. കാരണം ഹൈർ ഉദ്ദേശിച്ചിട്ടാണ്, നല്ലത് ഉദ്ദേശിച്ചിട്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ ആലോചിച്ചു. ആ ഒരു രൂപത്തിലേക്കുള്ള തീരുമാനമെടുക്കാൻ ബിലാലിനെയും അമ്മാറിനെയും സൽമാനെയും പോലെയുള്ള അടിമകളെ ഒക്കെ അങ്ങോട്ടൊന്ന് മാറ്റി നിർത്തി ഇവരെ സ്വീകരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നു എന്ന ഒരു ഘട്ടം വന്നപ്പോൾ ആകാശത്തു നിന്നും ഇടപെടലുണ്ടായി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ച തമ്പുരാന്റെ കൽപ്പന അറിയിക്കുന്നു, واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه. പ്രവാചകരെ, വസ്ബിർ നഫ്സക, താങ്കളുടെ നഫ്സിനെ, താങ്കളുടെ മനസ്സിനെ താങ്കൾ ഉറപ്പിച്ചു നിർത്തണം, ക്ഷമയോടുകൂടി പിടിച്ചു നിൽക്കണം. مع الذين يدعون ربهم بالغداة والعشي, പ്രഭാതത്തിലും പ്രദോഷത്തിലും പടച്ച തമ്പുരാനെ സ്മരിച്ചുകൊണ്ട് താങ്കളുടെ കൂടെ ജീവിക്കുന്നതായ ഈ സാധാരണക്കാരുടെ കൂടെയാവണം താങ്കൾ ഉറച്ചു നിൽക്കേണ്ടത്. അവർ പടച്ചറപ്പിന്റെ പ്രീതി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഭൗതിക ജീവിതത്തിന്റെ പളപളപ്പിലേക്ക്, ഈ ഭൗതിക ജീവിതത്തിന്റെ ആഡംബരങ്ങളിലേക്ക്, ആസ്വാദനങ്ങളിലേക്ക്, സെലിബ്രേഷനുകളിലേക്ക്, എന്റർടൈൻമെന്റുകളിലേക്ക് പ്രവാചകരെ താങ്കളുടെ മനസ്സൊരിക്കലും ചാഞ്ഞു പോകാൻ പാടില്ല. മനസ്സതിലേക്ക് ചഞ്ചലപ്പെട്ടു പോകരുത്. ഭൗതിക ജീവിതത്തിന്റെ ആ സീനത്ത്, അലങ്കാരം, ആസ്വാദനം ആഗ്രഹിച്ചുകൊണ്ട് പടച്ച തമ്പുരാന്റെ ദിക്റിനെ തൊടുത്ത് അല്ലാഹുവിന്റെ ഓർമ്മകളെ കുറിച്ച്, അല്ലാഹനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്നും താങ്കളെ തെറ്റിക്കുന്നവരെ അനുസരിക്കുകയും ചെയ്യരുത്, ഓരോ കൂട്ടത്തിൽ പോകരുത്. അവർ തന്നിഷ്ടത്തെ പിൻപറ്റുന്നവരാ. അവരുടെ കാര്യം വളരെ കഷ്ടം തന്നെയാണ്. ശക്തമായ ഇടപെടലുണ്ടായി. അല്ലാഹു റസൂലിനെ തിരുത്തി. അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല. ഈ ദീന്, ഈ ആദർശം ആ രൂപത്തിൽ ഇവിടെ ഉറച്ച് പ്രചരിപ്പിച്ചതും അതിന്റെ കൂടെ നിന്നതും അതിന് താങ്ങായതും ഈ സാധാരണക്കാരായ ആൾക്കാരുടെ ഇസ്ലാമിൽ ആ രൂപത്തിലുള്ള ഒരു തരത്തിലുള്ള വേർതിരിവുകളുമില്ല. എല്ലാവരെയും ഇൻക്ലൂസീവ്നെസ് എന്ന് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു ആദർശം, ഒരു പ്ലാറ്റ്ഫോം,
അതാണ് ഇസ്ലാം ലോകത്തിന്റെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങളാണ് ഈ ആയത്ത് നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. ഒന്നാമത്തത് നല്ലവരെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ജീവിതത്തിന്റെ വഴികൾ തെറ്റിപ്പോകാതിരിക്കാൻ, ജീവിതത്തിന്റെ സന്മാർഗത്തിൽ നമുക്ക് കാലിടറാതിരിക്കാൻ, ജീവിതത്തിന്റെ വഴിത്താരയിൽ നമ്മൾ വീണു പോകാതിരിക്കാൻ നല്ല ആൾക്കാരെ കൂട്ടം നിൽക്കുക, നല്ല ആൾക്കാരുടെ കൂട്ടുകൂടുക, ഫ്രണ്ട്ഷിപ്പ് അവരോടൊപ്പം ആക്കുക എന്നുള്ളതാണ് ഒന്നാമതായി കൊണ്ടുള്ളത്. രണ്ടാമത്തത് ദുനിയാവിന്റെ അലങ്കാരം, അതൊരു പരീക്ഷണമാണ്. നമ്മളെ വാടി വിളിക്കുന്ന, നമ്മളെ ആകർഷിക്കുന്ന, നമ്മുടെ മനസ്സുകളെ വല്ലാതെ പിടിച്ചു വലിക്കുന്ന ഒരുപാട് എന്റർടൈൻമെന്റുകൾ ഈ ലോകത്തുണ്ടാവും, സെലിബ്രേഷനുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, അല്ലെ? അതൊരു വലിയ പരീക്ഷണമാണ്. അതിൽ പിടിച്ചു നിൽക്കാനും സഹിച്ചു നിൽക്കുവാനും സാധിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത്, നമ്മുടെ മനസ്സ് നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരുപാട് ഹവകൾ ഉണ്ടാവും, ഒരുപാട് ഇച്ഛകൾ ഉണ്ടാവും. നമ്മുടെ മനസ്സ് നമ്മളോട് തേടുന്ന ആ ഇച്ഛകളെ, ദേഹേച്ഛകളെ പിൻപറ്റാതിരിക്കുവാൻ ശ്രദ്ധിക്കുക, ആ ആഗ്രഹങ്ങളെ പിന്തുടരാതിരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. വളരെ പ്രധാനപ്പെട്ട ഈ കാലഘട്ടത്തിലെ വിശ്വാസ സമൂഹത്തിന് അല്ല, മനുഷ്യ സമൂഹത്തിന്റെ സ്വച്ഛന്തമായ നിലനിൽപ്പിനും ധാർമ്മികമായ സ്ഥിരതക്കും ഇസ്ലാം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട 3 സന്ദേശങ്ങളാണ് ഈ പരിശുദ്ധ വചനത്തിലൂടെ പരിശുദ്ധ ഖുർആൻ ലോകത്തിനെ പഠിപ്പിക്കുന്നത്, അല്ലെ? സുഹൃത്തുക്കളെ, നല്ലവരുടെ കൂടെ നിൽക്കാൻ, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ് അതിലൊന്നാമത്തെ സന്ദേശം. നമ്മുടെ ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചൊക്കെ ദീനുള്ള, ധാർമ്മികതയുള്ള നല്ല ആളുകളെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തതായ കൂട്ടുകാരുടെ ഒരു നീണ്ട നിര ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? പേർഷ്യയിലെ, ഇന്നത്തെ യുദ്ധം നടക്കുന്ന ഇറാൻ, അല്ലെ? അവിടെ സകലമാന സുഖസൗകര്യങ്ങളോടും കൂടി സമ്പന്ന കുടുംബത്തില് കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന സൽമാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ദീനിന്റെ വിളിയാളം മനസ്സിന്റെ ഉള്ളിൽ നിന്നും ഉയർന്ന് അവിടെ നിന്നും ദീനിന്റെ സത്യമാർഗം അന്വേഷിച്ച് നാടുവിട്ട് പേർഷ്യയിൽ നിന്നും പലസ്തീനിൽ നിന്നും അഥവാ ഷാമിലെത്തി, ഷാമിൽ നിന്നും പിന്നീട് മദീനയിലേക്ക് ജൂതനായി, ക്രിസ്ത്യാനിയായി, പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന, അഗ്നി ആരാധനയിൽ നിന്നും വേദക്കാരുടെ മതങ്ങളിലൂടെ കടന്ന് യഥാർത്ഥ ഇസ്ലാം ദീനിലേക്ക് കടന്നു വന്ന, അതും ഈ ദീൻ പഠിക്കാനായി ഒരു അടിമയായി സ്വയം മാറിയ സൽമാൻ. ആ സൽമാൻ ഖാലിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ ചേർത്ത് നിർത്തിയത്. അതേപോലെ തന്നെ ബിലാലിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഉമയ്യത്തിന്റെ അടിമയായിരുന്ന ബിലാലിനെ വലിയ തുക നൽകി മോചിപ്പിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു കൂടെ കൂട്ടുകയായിരുന്നു. ആ കറുകറുത്ത അടിമയായ ആഫ്രിക്കക്കാരനായ ബിലാലിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത്. അബൂദർറുൽ ഗഫാരിയെ പോലെയുള്ള ലളിതമായ ഒരു ഗോത്രത്തിന്റെ, ഗഫാർ ഗോത്രത്തിന്റെ തലവനായിരുന്നിട്ടും നേതാവായിരുന്നിട്ടും വളരെ ലളിതമായ ജീവിതം തിരഞ്ഞെടുത്ത് ആഡംബരങ്ങളെക്കാളും സുഖങ്ങളെക്കാളും പ്രവാചകനോടൊപ്പമുള്ളതായ നിമിഷങ്ങളെ തെരഞ്ഞെടുത്തതായ അബൂദർറുൽ ഗഫാരിയെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ കൂട്ടിയിരുന്നത്. നീണ്ടുപോവുകയാണ് ആ നിര, ഖബാബ് ബിൻ അറത്തിനെ പോലെ, അതേപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ വീടും നാടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ച് മദീന പള്ളിയിൽ പ്രവാചകനോടൊപ്പം സാഹസിക്കാൻ വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി അവിടെ കൂടിയവര്. മദീന സിയാറ ചെയ്ത ആൾക്കാർക്കൊക്കെ കാണാൻ സാധിക്കും. അവിടെ എപ്പോഴും അഹ്ലു സുഫ എന്ന് പറഞ്ഞ ഭാഗങ്ങൾ പ്രത്യേകം അടയാളപ്പെടുത്തി അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. വീടും കുടിയില്ലാതിരുന്ന ആൾക്കാര് അവര് അവിടെ താമസിച്ചിരുന്നതായ ഒരു സ്ഥലമായിരുന്നു അത്. നമസ്കരിക്കാൻ നിൽക്കുമ്പോ ബോധം കെട്ട് വീണ അബൂഹുറൈറയുടെ അടുത്തേക്ക് അൽ ജുനൂൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഓടി കളിക്കുകയാണ്. ഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അബൂഹുറൈറക്ക് എന്ന് പറഞ്ഞ് മുഖത്ത് വെള്ളം തെളിച്ച് കണ്ടു തുറന്നപ്പോ അബൂഹുറൈറ പറയുന്നുണ്ട്, ലൈസൽ ജുനൂൻ വലാകിന്നൽ ജൂഅ്. ജുനൂനല്ലട്ടോ, ഫിറ്റ്സ് ഇളകിയതല്ല, മറിച്ച് വിശപ്പ് കൊണ്ട് വീണു പോയതാണ്, ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്ന് പറയുന്ന അബൂഹുറൈറയുടെ ചരിത്രം അവിടെ. അവരതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പ്രവാചകനോട് സഹവസിക്കാൻ, ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ മദീന പള്ളിയുടെ ചെരുവ്
അതിനായിക്കൊണ്ട് തിരഞ്ഞെടുത്തവരായ ആളുകളായിരുന്നു സുഹൈബ് ബിൻ റൂമിനെ പോലെ, അതേപോലെ തന്നെ ജുലൈബീബിനെ പോലെ അദ്ദേഹത്തിന്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം. സൗന്ദര്യമില്ല, സമ്പത്തില്ല, സ്വന്തക്കാരില്ല, ഒരു കല്യാണം കഴിക്കാൻ പോലും ഒരാളും പെണ്ണ് കൊടുക്കാത്ത ജുലൈബീബ് ഒടുവില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായ മഹർ കൊണ്ട് പ്രവാചകൻ നിർദ്ദേശിച്ചതായ പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യ രാത്രിയിൽ തന്നെ യുദ്ധത്തിന്റെ വെളിയാളം കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി രക്തസാക്ഷിയായ ആ ജുലൈബീബിനെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇവൻ എന്നിൽ നിന്നുള്ളവനാണ്, ഞാൻ ഇവരിൽ നിന്നുമുള്ളവൻ എന്ന്. ഇങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്തങ്ങളായ സരണികളിൽ ജീവിക്കുന്ന വ്യത്യസ്ത തരക്കാരായ ആളുകളെ കൂട്ടുകാരായി സ്വന്തമായി ഒപ്പം കൂട്ടിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാർഗം യഥാർത്ഥമായ മാതൃക കാണിച്ചു തന്നിരുന്നു എന്നുള്ളതാ. നമ്മുടെ സുഹൃത്തുക്കള്, പ്രിയമുള്ളവരെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന നമ്മുടെ കൂട്ടുകാര് ആരായിരിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം, അല്ലെ? ആരുടെയെങ്കിലും പ്രേരണ കൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ അവർ ചെലവാക്കുന്നത് കൊണ്ട് അവരെ കൂട്ടുകാരായി സ്വന്തക്കാരായി കൂടെ കൂട്ടാതെ നമുക്കതിലൊരു തെരഞ്ഞെടുപ്പ് അവകാശം ഉള്ളതായിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മർഉ അലാ ദീനി ഖലീലിഹിന, ഒരു മനുഷ്യൻ അവനെ തീരുമാനിക്കുന്നത്, അവന്റെ ഭാവി തീരുമാനിക്കുന്നത്, അവന്റെ പരലോകം തീരുമാനിക്കുന്നത് അവൻ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരനെ വെച്ചിട്ടാണ്. അതെ, അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കട്ടെ ഞാൻ ആരുടെ കൂട്ടുകാരനാവണമെന്ന്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ ആരാവണം, സുഹൃത്ത് ആരാവണമെന്ന് ഓരോരുത്തരും ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചതായി കാണാൻ സാധിക്കും. എത്ര ഉദാഹരണങ്ങളല്ലേ! വളരെ നല്ലവരായി ജോലി ചെയ്യുന്നതായ പ്രദേശത്തു നിന്നൊക്കെ വളരെ നല്ല കുട്ടികളായി അവിടെ നിന്നും പഠിച്ചിറങ്ങി പുറത്തുപോയി വേറെ പ്രൊഫഷണൽ കോളേജുകളിൽ ജോയിൻ ചെയ്ത് അവിടെ നിന്നുള്ള കൂട്ടുകെട്ടുകളിലൂടെ വഴിപിരിഞ്ഞു പോയി ഒടുവില് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി ജീവിതം തന്നെ നഷ്ടപ്പെട്ട് തിരിച്ചു പോരുന്നവരും അതിൽ തന്നെ ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടവരുമായ ഒരുപാട് എണ്ണം ചരിത്രമല്ല, നമ്മുടെ തൊട്ടു മുമ്പിലുള്ള വർത്തമാനം നമുക്ക് മുൻപിലുണ്ട്, അല്ലെ? തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ആരെ കൂടെ ആവണമെന്ന് നമുക്ക് തന്നെ തീരുമാനിക്കുവാനും അവരിൽ നിന്നും അത്തരക്കാരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. അവർക്കൊരു പക്ഷെ പണം ഉണ്ടാവില്ല, അവർക്കൊരു പക്ഷെ കാർ ഉണ്ടാവില്ല, അവർക്കൊരു പക്ഷെ വില കൂടിയ ബൈക്ക് അവരെ കയ്യിലുണ്ടാവണം എന്നില്ല, അവർക്ക് വേറെ ഏതെങ്കിലും സ്റ്റാറ്റസ് സിംബലുകളോ അവരുടേതായി കൊണ്ട് ഉണ്ടാവണമെന്നില്ല. അവരെല്ലാ ദിവസവും റീലുകളും സ്റ്റോറികളും ഇട്ടുകൊണ്ട് ആളുകളുടെ പളപളപ്പുകൾ എങ്ങനെ കാണിക്കുന്ന ആളുകളായിരിക്കണമെന്നില്ല. പക്ഷെ അവർക്ക് ദീനുണ്ടാവും, അവരുടെ മനസ്സിൽ നന്മയുണ്ടാവും, അവരുടെ ഉള്ളിൽ ധാർമ്മികതയുണ്ടാവും. അത്തരക്കാരായ ആളുകളെ ആവണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനോട് അവർ പറയുന്നത് അതാണ്, അവര് അല്ലാഹുവിനെ ഓർക്കുന്നവരാണ്. എപ്പോ? രാവിലെയും വൈകുന്നേരവും, അഥവാ ഈ ഒരു ദിവസത്തിന്റെ എല്ലാ സമയവും കൃത്യമായി നമസ്കരിക്കുന്നവരും പള്ളിയിൽ പോകുന്നവരും ദീനിയായിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നവരുമായ ആളുകളെയായി നമ്മൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത് എന്ന, അതോടൊപ്പം ആരെയാണ് നമ്മൾ ഒഴിവാക്കി നിർത്തേണ്ടത് എന്നും അതേ ആയത്തിൽ തന്നെ പറഞ്ഞു. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകണം, അല്ലെങ്കിൽ യാത്ര പോകുമ്പോ നമസ്കരിക്കാൻ സമയമായിട്ട് നമസ്കരിക്കണം എന്ന് പറയുമ്പോ അത് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെയും കൂടെ പോയിട്ട്, അല്ലെങ്കിൽ ഈ പാർക്കിലൂടെ പോയിട്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളും കൂടെ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇന്ന ഒരു പരിപാടി കൂടെ കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് നിന്റെ നഫ്സിനെ അള്ളാന്റെ ദിക്റിൽ നിന്നും തെറ്റിക്കുന്നവനെ ആവരുത്, റബ്ബിൽ നിന്നും നിന്നെ അകറ്റുന്നവനെ ആവരുത്. റബ്ബിനോടൊപ്പം നിന്നെ ചേർത്ത് നിർത്തുന്നതായ ആളെയായിരിക്കണം നീ അപ്രകാരം നിന്റെ കൂട്ടുകാരനായി നിന്റെ കൂടെ കൂട്ടേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പടച്ച തമ്പുരാൻ ഈ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു തരുന്നത്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലാത്ത ഹൃദയം, അത്തരക്കാരെ ആവരുത്. അള്ളാഹിനെ മനസ്സിൽ കൊണ്ടുനടക്കാത്ത ആളാവരുത് നമ്മുടെ ഉറ്റമിത്രമായി നമ്മുടെ കൂടെ ഉണ്ടാവുന്നത്. രണ്ടാമത്തത്, വെറും ഇച്ഛക്കനുസരിച്ച് ഇങ്ങനെ ജീവിക്കുക, ഇഷ്ടത്തിന്. ഇപ്പൊ അങ്ങനെയാണ് എന്റെ ജീവിതം, എന്റെ മൈ ലൈഫ് മൈ വിഷ്, എന്റെ ഇഷ്ടം, എന്റെ ശരീരം, മൈ ബോഡി മൈ ചോയ്സ്, എല്ലാം ഇച്ഛകൾക്കനുസരിച്ചിട്ടാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിലാണ് സോഷ്യൽ മീഡിയ നമ്മുടെ തലമുറകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഇച്ഛകളുടെ പിന്നാലെ പോകുന്നവര് ഒടുവിൽ നാശത്തിലേക്കായിരിക്കും ചെന്ന് പതിക്കുക എന്ന കൃത്യമായ സന്ദേശമാണ് ഈ വചനത്തിൽ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ സന്ദേശം. മൂന്നാമത്തേത്, പ്രവർത്തനങ്ങളിലെ ഒരു ചിട്ടയുമില്ലാതെ ഒരു ക്രമവുമില്ലാതെ എന്താണ് അപ്പൊ തോന്നുന്നത് അതങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരായ ആളുകൾ, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര്, നമ്മുടെ ചെറുപ്പക്കാരായ യുവാക്കളായ കൗമാരക്കാരായ ആളുകളും മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അവരുടെ മുന്നിൽ ഇന്നുള്ളത് ഏറ്റവും വലിയ 3 അപകടങ്ങളാണ് അവർക്ക് മുൻപിലുള്ളത്. ഒന്നാമത്തത് ഈ പറഞ്ഞതുപോലെയുള്ള മോശം കൂട്ടുകെട്ടാണ്. ആ കൂട്ടുകെട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് തിന്മകളിലേക്ക്, വഴികേടുകളിലേക്ക്, ലഹരികളുടെ കാണാപ്പുറങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കൂട്ടുകെട്ടുകളാണ്, ഫ്രണ്ട്സാണ് നമുക്കുള്ളതെങ്കിൽ അവരോട് നോ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. എത്ര വലിയ ചങ്കുകളായിരുന്നാലും നമ്മുടെ മുൻപിൽ തിന്മയുടെ വഴികളിലേക്ക് നമ്മളെ പിടിച്ചു വലിക്കുമ്പോൾ അവരോട് നോ പറയാനുള്ള ആർജവം യുവാക്കൾക്കും കൗമാരക്കാർക്കും ഉണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തേത് സോഷ്യൽ മീഡിയയാണ്, അല്ലെ? എല്ലാ അർത്ഥത്തിലും നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ബോധമണ്ഡലത്തെയും നമ്മുടെ ചിന്താധാരകളെയും നമ്മുടെ തീരുമാനങ്ങളെ പോലും സ്വാധീനിക്കുന്നത്. ഞാൻ ഏത് ഷർട്ട് ഇടണമെന്നും ഞാൻ ഏത് ബ്രാൻഡ് പാന്റ് ധരിക്കണമെന്നും എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് എങ്ങനെയാവണമെന്നും എന്റെ തലമുടി ഏത് രൂപത്തിലാവണമെന്നും ഒന്നും തീരുമാനിക്കുന്നത് ഞാനല്ല തീരുമാനിക്കുന്നത്. സോഷ്യൽ മീഡിയയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അതിന്റെ അടിമകളായി മാറിപ്പോകുന്ന ഒരവസ്ഥ. മനുഷ്യന്റെ ഖൈറിനായി പടച്ചതമ്പുരാൻ നൽകിയ വലിയ അനുഗ്രഹമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണ് സോഷ്യൽ മീഡിയ എന്നുള്ളത്. അതിനെ നന്മയുടെ വഴികളിലൂടെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ അതിന്റെ അടിമകളായി അതിന്റെ പിന്നാലെ പോയി ജീവിതം നഷ്ടപ്പെടുത്തുന്നതായ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. മൂന്നാമത്തത്, ഈ ദുനിയാവിന്റെ ആഡംബരപൂർണമായ സ്വപ്നങ്ങൾ എന്നുള്ളതാ. എല്ലാവർക്കും ഇന്ന് സെലിബ്രേഷനുകളാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന, സന്തോഷിക്കണം. മോട്ടിവേഷണൽ ആയിട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാർ ഒക്കെ പറയുന്നത് എപ്പോഴും നിങ്ങൾ ഹാപ്പി ആവണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹാപ്പികൾ ഉണ്ടാക്കുവാനായി തെരഞ്ഞെടുക്കുന്നതായ മാർഗങ്ങളും രൂപങ്ങളും വളരെ പ്രയാസകരമാണ്. നമ്മുടെ മക്കളെ നമ്മൾ പഠിക്കാനായി കൊണ്ട് പറഞ്ഞയക്കുന്ന, പണ്ട് നമ്മൾ പറഞ്ഞിരുന്ന ബാംഗ്ലൂരും ബോംബെയും ഡൽഹിയും ഒക്കെ ആണെങ്കിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ ഇത്തരത്തിലുള്ള DJ പാർട്ടികളും അതുമായി കൊണ്ട് ബന്ധപ്പെട്ട ജീവിതത്തിന്റെ ആഡംബരങ്ങളിലൂടെ ആഘോഷങ്ങൾ എങ്ങനെ മനോഹരമാക്കാമെന്ന വളരെ വികൃതമായ സ്വപ്ന ലോകത്തിലൂടെ നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്ന വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മളെ കൗമാരം കരുതിയിരിക്കേണ്ട യുവാക്കള് വളരെ കണ്ണിലെണ്ണയൊഴിച്ച് കാത്തു നോക്കി നിരിക്കേണ്ടതായ ഈ 3 അപകടങ്ങളെ പറ്റിയും ഈ വചനങ്ങളിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഷഹവാത്തുകളോടുള്ള ആ ഒരു ആഗ്രഹം മനുഷ്യന്റെ മനസ്സിൽ പടച്ചതമ്പുരാൻ വളരെ മനോഹരമാക്കി തോന്നിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാ. അത് സ്വാഭാവികമാണ് നമ്മൾക്ക് അതിലേക്കുള്ള ആകർഷണം ഉണ്ടാവുക എന്നുള്ളത്. ഈ 3 അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള 3 മാർഗങ്ങളും പരിശുദ്ധ ഇസ്ലാം നമ്മുടെ മുമ്പിൽ വെച്ച് തരുന്നുണ്ട്. എന്താണെന്നല്ലേ? ഒന്നാമതായി കൊണ്ടുള്ളത് പള്ളികളുമായി കൊണ്ട് ബന്ധമുണ്ടാവുക എന്നുള്ളതാ. നമുക്ക് നമ്മുടെ നാട്ടില് നമ്മുടെ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആദർശത്തിൽ ഉറച്ചു നിന്ന് നമ്മൾ മനസ്സിലാക്കിയതായ യഥാർത്ഥ ഇസ്ലാമിനെ, തൗഹീദിനെ പ്രബോധനം ചെയ്യാനും അത് പ്രകടിപ്പിക്കാനും അതിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെയുള്ള അവസരമായി ഒരു പള്ളി ഈ മണ്ണിൽ ഉയർന്നു വരുന്നതിന് പടച്ചതമ്പുരാൻ നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലെല്ലാം അതിനായി കൊണ്ട് പണം മുടക്കിയും അധ്വാനം മുടക്കിയും സമയം ചെലവഴിച്ചും ഇങ്ങനെ ഒരു ഭവനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പള്ളിയുമായി കൊണ്ട് ഹൃദയബന്ധം ഉണ്ടാക്കുന്നവരായി നമ്മൾ മാറുക. ഒരു ബിൽഡിങ്ങിന്റെ മനോഹാരിതയിലല്ല പള്ളിയുടെ മനോഹാരിത കിടക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവസാന കാലമാവുമ്പോ മസാജിദും ഇമാറ, അവർ അവസാന കാലത്തെ പള്ളികൾ കണ്ടാൽ കൊട്ടാരങ്ങളാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഖറാബും മിനൽ ഹുദാ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ദിവ്യ സന്ദേശത്തിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും അത് വിദൂരമായി പോകുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരാനുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കാലഘട്ടത്തിൽ അത് ഉണ്ടാവരുത്. ആ പള്ളിയുമായി ബന്ധം സ്ഥാപിക്കുന്നവരായി മാറുന്നവരാവണം നമ്മൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത് അതാണ്. സബഅത്തുൻ യുദല്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അല്ലാഹുവിന്റെ
തണലല്ലാത്ത മറ്റൊരു തണലും ലഭിക്കാതെ പരലോകത്ത് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്നതായ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് ആ മുഅല്ലഖത്തുൻ ബിൽ മസാജിദ് ശാബുൻ, ഒരു ചെറുപ്പക്കാരൻ അവന്റെ ഹൃദയം പള്ളിയുമായി കൊണ്ട് കണക്റ്റഡ് ആണ് എന്ന. നമ്മുടെ കണക്ഷന് വേറെ പലതുമായിട്ടാ. നമ്മുടെ വാട്സപ്പിൽ നോക്കിയാൽ ആ സീന് കാണുന്നത് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പായിരിക്കും. വേറെയുള്ള ഇൻസ്റ്റഗ്രാമും മറ്റുള്ളതായ ആ ടെലിഗ്രാം അടക്കമുള്ള ഏത് സോഷ്യൽ മീഡിയകൾ എടുത്തു നോക്കിയാലും നമ്മൾ അവിടെയൊക്കെ കണക്റ്റഡ് ആണ്. പക്ഷേ പള്ളിയുമായി കൊണ്ട് നമ്മൾ കണക്റ്റഡ് ആകുന്നത് എപ്പോഴാണെന്ന് നമ്മളോടൊന്ന് ചോദിക്കുക. പരിശുദ്ധ ഖുർആനുമായി കൊണ്ട് നമ്മൾ കണക്റ്റഡ് ആയ ലാസ്റ്റ് സീൻ എപ്പോഴാണ് എന്ന് എന്റെ മനസ്സിനോട് ഞാനൊന്ന് ചോദിച്ചു നോക്കുക. നമ്മൾ അവിടെ കണക്റ്റഡ് ആണോ അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പള്ളിയുമായി കൊണ്ട് കണക്റ്റഡ് ആയ ആ ചെറുപ്പക്കാരന് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. രണ്ടാമത്തെ ചെറുപ്പക്കാരൻ ആരാണെന്നോ? ശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ ആരാധനകളിൽ വളർന്നതായ ഒരു ചെറുപ്പക്കാരൻ അല്ലേ, അവന് അതിൽ നിന്നും രക്ഷ ലഭിക്കുന്നതായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. നല്ല കൂട്ടുകാര് നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റി നമ്മുടെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നവരായിരിക്കും. ചീത്തയായവരോ അവര് നമ്മളെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോയി ഒടുവിൽ നാളെ പരലോകത്തെത്തുമ്പോ റബ്ബേ, ഞാൻ എന്റെ കൂട്ടുകാരനെ, ഞാൻ എന്റെ സുഹൃത്തിനെ എന്റെ കൂട്ടുകാരനായി തിരഞ്ഞെടുക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. അവനാണ് എന്നെ വഴി പിഴപ്പിച്ചത്. ഞാൻ നന്നായി ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ എന്നെ വഴികളിലേക്ക് കൊണ്ടുപോയവൻ ആ കൂട്ടുകാരനാണല്ലോ റബ്ബേ. അവനെ എന്റെ കൂട്ടുകാരനായി ഞാൻ സ്വീകരിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പരലോകത്തെ വെച്ച് വിലപിക്കുന്ന ഒരു സുഹൃത്തിനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അവിടെ വെച്ചിട്ട് വിലപിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. നേരെ അതിന്റെ ശിക്ഷ ലഭിക്കുന്നത് മാത്രമായിരിക്കും അവിടെ പരിണിത ഫലമായിട്ടുണ്ടാവുക. ഇവിടെ നിന്ന് നമുക്ക് തീരുമാനിക്കാം, നമ്മുടെ സുഹൃത്തുക്കൾ നന്മയിലേക്ക് വഴി കാണിക്കുന്നവരാവണോ അതല്ല നമ്മുടെ തിന്മകളിലേക്ക് കൊണ്ടുപോകുന്നവരാവണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ പറ്റണം. സ്ത്രീകളും അതേപോലെ തന്നെ മനസ്സിലാക്കേണ്ടതായ സംഗതികളാണ്. വീടിന്റെ ഉമ്മറപ്പടികളിലിരുന്ന്, സിറ്റ് ഔട്ടിലിരുന്ന്, കൊലായ്മലിരുന്ന് അയൽവാസികളായ സ്ത്രീകളുമായി കൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ എന്റെ സംസാരത്തില് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കടന്നു വരുന്നുണ്ടോ, കുറവുകൾ കടന്നു വരുന്നുണ്ടോ, ഏഷണിയാണോ ഞാൻ പറയുന്നത്, പരദൂഷണമാണോ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ആലോചിക്കേണ്ട, ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന, അയൽപക്ക ബന്ധങ്ങളെ വിച്ഛേദിച്ച് കളയുന്ന വലിയ വലിയ അപകടമാണ് ആ നാവുകളിലൂടെയുള്ള സംസാരങ്ങൾ വരുത്തി വെക്കുന്നത് എന്ന് നമ്മുടെ സ്ത്രീകൾ തിരിച്ചറിയണം, സഹോദരിമാര് തിരിച്ചറിയണം. അവർക്ക് ആ രൂപത്തില് കുറ്റങ്ങളും കുറവുകളും പരാതികളും പരിഭവങ്ങളും പരദൂഷണങ്ങളും ഏഷണികളും പറഞ്ഞ് തങ്ങളോടൊപ്പം നിൽക്കുന്നവരാണോ തങ്ങളുടെ കൂട്ടുകാരികൾ? അതല്ല ഖുർആൻ ക്ലാസിനെ കുറിച്ച് സംസാരിക്കുന്ന, കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയെ പറ്റി ചർച്ച ചെയ്യുന്ന, ഇനി വരാനിരിക്കുന്ന നമ്മുടെ ടീംസിന്റെ പരിപാടിയെ കുറിച്ച്, സിയാദി ക്ലാസിനെ കുറിച്ച്, നമ്മുടെ പെൺമക്കൾക്കുള്ള ക്ലാസിനെ കുറിച്ച് അങ്ങനെ ദീനിയായ ചർച്ചകള് പറഞ്ഞ് ഒപ്പമിരുന്ന് സംസാരിക്കുന്നവരാണോ നമ്മുടെ കൂട്ടുകാരികള്, അയൽക്കാരികളായ കൂട്ടുകാരികളെന്ന് നമ്മൾ ആലോചിക്കുക, നമ്മുടെ സ്ത്രീകൾ ആലോചിക്കുക. അങ്ങനെ ആ ഇരുത്തം നന്മയുടെ ഇരുത്തമാവുക, ആ ഇരുത്തം അല്ലാഹുവിന്റെ പ്രതിഫലം കിട്ടുന്ന ഇരുത്തമാവുക. അവിടെ ഏഷണിയും പരദൂഷണവും പറഞ്ഞ് ആ സമയം കൂടെ നരകത്തിലേക്കുള്ള സമയമായി മാറ്റിവെക്കാതിരിക്കാൻ നമ്മുടെ സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. സജ്ജനങ്ങൾ അവിടെ കൂടെയുള്ള നല്ല സ്ത്രീകളുമായി കൊണ്ട് കൂട്ടുകൂടുവാനും സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരന്മാരെ, ഈ സമൂഹത്തിന്റെ ഭാവി പലപ്പോഴും നമ്മുടെ ഉമ്മമാരുടെ കൈകളിലാണ്. അവര് ആ ഒരു രൂപത്തിൽ തങ്ങളുടെ കുട്ടികളെ തയ്യാറാക്കിയാൽ അൽ ഉമ്മു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ വഹിയ മസ്ഊലത്തുൻ അൻ റഗിയതിഹാ, തന്റെ വീടിനെ കുറിച്ച്, ആ വീടിന്റെ ഉത്തരവാദിത്തം ആ പെണ്ണിന. ആ മക്കൾ എങ്ങനെ ജീവിക്കുന്നു, ആ മക്കൾ എവിടേക്ക് വഴി തെറ്റി പോകുന്നു, ആ മക്കൾ എവിടേക്ക് നന്മയിലേക്ക് വഴി നടക്കുന്നു എന്നുള്ളതിനെല്ലാം പടച്ച തമ്പുരാൻ ചോദിക്കുക ഉമ്മയോടായിരിക്കുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഉമ്മക്കാണ് തന്റെ ഉത്തരവാദിത്തം. ആ ഉമ്മ നന്നായാൽ,
ആ ഉമ്മ തന്റെ മക്കളെ നന്മയിലൂടെ വഴി നടത്തിയാൽ ഒരു സമൂഹം തന്നെ അതിലൂടെ നന്നായി തീരുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലൂടെ നമ്മുടെ സ്ത്രീകളെ പഠിപ്പിച്ചത്. സ്ത്രീ എന്നുള്ളത് തന്റെ ഭർത്താവിന്റെ വീട്ടിലും ഉത്തരവാദിയായി കൊണ്ട് തന്നെ ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ഖുർആനിലേക്ക് നയിക്കുക, ഖുർആൻ ക്ലാസുകളിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞയക്കുക, വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യാൻ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഉമ്മമാരോടുള്ള നിർദ്ദേശമായി പ്രവാചകൻ പഠിപ്പിക്കുന്നതാ. അതോടൊപ്പം തന്നെ മക്കളെ നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുക. എന്റെ കുട്ടിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് എന്ന് ഉമ്മ അറിഞ്ഞിരിക്കണം, വാപ്പയും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. ഉമ്മമാരാണ് കൂടുതൽ അവരുമായി കൊണ്ട് കൺവെർസേഷൻ നടക്കുന്നത് എന്നതിനാലാണ് ഇസ്ലാം ഒരു രൂപം തന്നെ പറഞ്ഞു വെച്ചത്. നമ്മുടെ മക്കൾ ആരോടൊക്കെ കൂട്ടുകൂടുന്നു, ആരോടൊപ്പമൊക്കെ പോകുന്നു, ആരോടൊപ്പമൊക്കെ സമയം ചെലവഴിക്കുന്നു, ആരോടൊപ്പമൊക്കെ സംസാരിക്കുന്നു, ഇത് ഓരോ ഉമ്മയും അറിഞ്ഞിരിക്കേണ്ടതായ കാര്യമാണ് എന്ന് പഠിപ്പിക്കുകയാണ്. കുടുംബത്തിൽ ദിക്റിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ കയറി വന്നാല് നമ്മുടെ മൊബൈലുമായി നമ്മുടേതായ സ്റ്റോറികളുടെയും നമ്മളുടേതായ ഇൻസ്റ്റയുടെയും ഫേസ്ബുക്കിന്റെയും വാട്സപ്പ് സ്റ്റാറ്റസുകളുടെയും ലോകത്ത് അങ്ങനെ വീട്ടിൽ ജീവിച്ചാല് അവിടെ ദിക്റിന്റെ അന്തരീക്ഷം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും കുട്ടികളെ വിളിച്ചിട്ട് നല്ല രൂപത്തിൽ സംസാരിക്കാൻ നമുക്ക് പറ്റണം, ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. അവിടെ നിങ്ങൾ കേൾക്കുന്നതായ നന്മയുടെ കാര്യങ്ങൾ നമ്മുടെ മക്കളെ വിളിച്ചൊന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സമയം ഉണ്ടാവണം. അവരോടൊപ്പം ഇരിക്കാൻ ഒരല്പമെങ്കിലും ജീവിതത്തിന്റെ സമയങ്ങൾ മാറ്റിവെക്കണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്ന ഏറ്റവും വില കൂടിയ സമ്മാനം എന്താന്ന് ചോദിച്ചാൽ സമയമാണ്. മക്കളോടൊപ്പം ഒരല്പനേരം ഇരിക്കാനുള്ള സമയം അല്ലെ. കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പലപ്പോഴും കുട്ടികളുടെ പ്രയാസങ്ങളുമായി കൊണ്ട് മാതാപിതാക്കൾ വന്നിട്ട് നടത്തുമ്പോൾ പറയുന്നതായ സംഭവങ്ങൾ നമ്മളൊക്കെ പലപ്പോഴും കേൾക്കുന്നതാണ് അല്ലെ. എന്റെ ഉമ്മാന്റെ കയ്യിലെ ആ ഒരു മൊബൈലായിരുന്നെങ്കിൽ ഞാൻ എന്നാഗ്രഹിക്കുന്ന ചെറിയ കുട്ടി. കാരണം എന്താ, ഉമ്മാന്റെ ഫുൾ ടൈം കയ്യിലുള്ള സാധനം മൊബൈലാ. കുട്ടിനൊന്ന് തൊടാനും കുട്ടിനൊന്ന് എടുക്കാനും, കുട്ടി ഒരു പ്രായം കഴിഞ്ഞാൽ അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനും ഉമ്മാർക്ക് സമയം കിട്ടുന്നില്ല, ഉപ്പാർക്ക് അതിന് അവസരം കിട്ടുന്നില്ല എന്നുള്ള സങ്കടകരമായ ഒരു അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഒരു നല്ല ഉമ്മ ഒരു മുഴുവൻ സമൂഹത്തെയും മാറ്റാൻ കഴിയുന്നവളാവുമെന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഒരു വീടിന്റെ ആത്മാവ് പലപ്പോഴും ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ നല്ല സുഹൃത്തുക്കളാവാൻ കൂടി ഉമ്മാക്ക് കഴിയണം. ഉമ്മാരാണ് മക്കളുമായി കൊണ്ട് സംവദിക്കേണ്ടത്, കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടത്, അവരുടെ പഠന വിഷയങ്ങൾ, അവരുടെ കൂട്ടുകെട്ടുകൾ, അവർക്ക് സ്കൂളിൽ ഉണ്ടാവുന്ന കോളേജിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അവിടെ ഉണ്ടാവുന്ന സന്തോഷ നിമിഷങ്ങൾ, ഇതൊക്കെ വളരെ നന്നായി ഷെയർ ചെയ്യാൻ ഒരു കുട്ടി അവന്റെ ഉമ്മയോടാണ് തയ്യാറാവുക. ഉമ്മമാർ അതിന് സമയം കാണണമെന്ന് മാത്രം. വീട്ടിലെ പണിത്തിരക്കുകൾക്കിടയിൽ കുട്ടി വന്ന് സംസാരിക്കുമ്പോ അവിടെ വേറെ പഠിക്കാൻ നോക്ക്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയാതെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും മക്കൾ വന്നിട്ട് ഒരു കാര്യം പറയുമ്പോ അതിന്റെ വരുംവരായികൾ നോക്കിക്കൊണ്ട് അതിലേക്കൊന്ന് ചെവി കൊടുക്കാൻ ഒരു 5 മിനിറ്റ് സമയം നമ്മുടെ ഉമ്മമാരെ നീക്കി വെച്ചാൽ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകൂല, നമ്മുടെ മക്കൾ പഴച്ചു പോകൂല. അതിന്റെ ഒരു പരിഹാരം കൂടെ, അതിനൊരു സൊല്യൂഷൻ കൂടെ പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാർക്ക് അവിടെ നിന്ന് സാധിക്കും എന്നുള്ളതാണ്. അതിനാൽ കുട്ടികളോട് കഴിയുന്ന അത്ര ഇസ്ലാമിക കഥകളും ഖുർആന്റെ കഥകളും പറഞ്ഞു കൊടുക്കാൻ, സഹാബികളുടെ ജീവിതവും അതിന്റെ ചരിത്രവും അവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തുക. പണ്ടത്തെ വല്യമാരൊക്കെ അങ്ങനത്തെ കഥകൾ പറഞ്ഞിരുന്നവരായിരുന്നു. പക്ഷേ ഇന്ന് ആ വല്യമ്മമാര് പോലും മൊബൈലിന്റെ ലോകത്ത് അത്തരത്തിലുള്ളതായ സ്റ്റോറികളും അത്തരത്തിലുള്ളതായ വീഡിയോകളും ഷോട്ടുകളും ഒക്കെ കണ്ടിട്ടാണ് സമയം കളയുന്നത്. ഓർക്ക് പോലും മക്കളോട് സംസാരിക്കാനെന്ന് സമയമില്ലാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് നമുക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു തിരിച്ചുവരവ് അല്ലെ, ഒരു നല്ല വീടിന്റെ, ഒരു നല്ല കുടുംബാന്തരീക്ഷത്തിന്റെ കെട്ടുറപ്പിന് അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ് സഹോദരങ്ങളെ. ഒരു കൂട്ടുകെട്ടിന്റെ വില എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ കുഞ്ഞിന്റെ, നമ്മുടെ മകന്റെ, നമ്മളുടെ മകളുടെ ജീവിതം തകർത്ത് കഴിയുമ്പോൾ മാത്രമാണ്. അപ്പൊ ആലോചിച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഒരു ഉമ്മയുടെ ദുആ അത് ആകാശം വരെ, പടച്ച തമ്പുരാന്റെ അടുക്കൽ വരെ എത്തിച്ചേരുമെന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. പിതാക്കളുടെ പ്രാർത്ഥന അത് പടച്ച തമ്പുരാൻ ഒരിക്കലും തട്ടിക്കളയില്ല എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതിനനുസരിച്ചു കൊണ്ട് തന്നെ നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്താനും അവരോടൊപ്പം സമയം ചെലവഴിക്കാനും അവരുമായി കൊണ്ട് സംവദിക്കാനും ഒക്കെ നമുക്ക് സമയം കാണേണ്ടതുണ്ട്. അങ്ങനെ ഒരു കുടുംബമായി നമ്മൾ പലപ്പോഴും മറ്റുള്ളവരായ ആൾക്കാരൊക്കെ മരണപ്പെട്ടാല് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോ നമ്മളിങ്ങനെ പറയും, സംഭവിക്കാറുള്ളത് സംഭവിച്ചു, പഠിച്ചവർക്ക് സ്വർഗം കൊടുക്കട്ടെ.
അല്ലെ? അല്ലാഹു വലിയ നമ്മളെയൊക്കെ സ്വർഗത്തിലാക്കട്ടെ എന്നൊക്കെ വൈകാരികമായിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്ത് പോകാനുള്ളതായ ആ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലമ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. അവരതാ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണ്. ആരൊക്കെയാണെന്നോ? നന്മകൾ ചെയ്തവരായ വാപ്പമാരും അതോടൊപ്പം തന്നെ മക്കളും ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ അംഗങ്ങളുമായി കൊണ്ട് കുടുംബമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരായ ആളുകളായിരിക്കും അവർ. സ്വർഗത്തിന്റെ മുഴുവൻ കവാടങ്ങളിൽ നിന്നുകൊണ്ടതാ മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യുകയാ. സലാമുൻ അലൈക്കും ബിമാ സബർതും, സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടതാ മലക്കുകൾ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ബിമാ സബർതും, ഭൗതിക ജീവിതത്തിന്റെ ഒരുപാട് പടപടപ്പുകളിൽ, ഒരുപാട് സെലിബ്രേഷനുകളിൽ, ഒരുപാട് എന്റർടൈൻമെന്റുകളിൽ നിങ്ങളുടെ മനസ്സുകളെ പതറിപ്പോകാതെ ക്ഷമയോട് കൂടി നിങ്ങളുടെ മനസ്സുകളെ ഉറപ്പിച്ചു നിർത്തിയതിന്റെ ഫലമായി ഈ സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ഇനി എന്നെന്നും താമസിക്കാനുള്ള അനശ്വരതയുടെ ഭവനമാവുന്ന ഈ സ്വർഗമെന്ന വലിയ അനുഗ്രഹം, എത്ര വലിയ അനുഗ്രഹമാണത്, അതിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് മലക്കുകൾ ആ കുടുംബത്തെ ഒന്നാകെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ ആ സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ആ വചനങ്ങളിലൂടെ. നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കളെ പടച്ചതമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളതായ അമാനത്താണ്. നമ്മളെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളോട് അതിനെ സംബന്ധിച്ച് അതിൽ എന്തെങ്കിലും തരത്തിലുള്ളതായ വീഴ്ചകൾ വന്നാൽ പടച്ചതമ്പുരാൻ ചോദിക്കുമെന്നുള്ള ആ ഒരു ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുക. കുടുംബത്തോടെ സ്വർഗത്തിലെത്താനുള്ള വഴികളിലൂടെ നമ്മൾ പ്രവർത്തിക്കുക, ഉറച്ചു നിൽക്കുക, മുന്നോട്ട് പോവുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി വഹദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ് വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിജന്നല്ലാഹ് അമ്മാ ബഅദ്. സ്നേഹനിധിയായ സഹോദരങ്ങളെ, സഹോദരികളെ, ഉസീകും വഇയ്യായ സാനിയം സത്യവിശ്വാസികളും വിശ്വാസികളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമകാരുണ്യകനെ അനുസരിച്ചും സൂക്ഷിച്ചും ജീവിക്കണമെന്ന് എന്നോടൊന്ന് ഉണർത്തുകയാണ്. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. സമൂഹത്തിലെ അടിസ്ഥാന വർഗമായ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ് ലോകാടിസ്ഥാനത്തിൽ ഇത്തരമൊരു തൊഴിലാളി ദിനം ആചരിക്കപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചോളം സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ലീവ്, ഒരു ഒഴിവ് എന്നതിൽ കവിഞ്ഞ് പലപ്പോഴും ആ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യവും പ്രത്യേകതയും പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സമൂഹത്തിലെ അടിസ്ഥാന വർഗമായ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ആധുനിക ദേശരാഷ്ട്ര സങ്കല്പങ്ങളും മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങളുമൊക്കെ നിലവിൽ വരുന്നതിൻ്റെയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് ആ വിഷയത്തിൽ വളരെ മനോഹരമായ ജീവിത മാർഗരേഖ സമർപ്പിച്ച ആശയമാണ്, ആദർശമാണ് ഇസ്ലാം. അധ്വാനത്തിൻ്റെ വില വളരെ കൃത്യമായി പഠിപ്പിച്ചൊരു മതം. അധ്വാനിക്കുന്നവന്റെ കൈ ചുംബിച്ചതായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിച്ചത് എന്ന്. ലോകത്ത് സമാനതകളില്ലാത്ത തൊഴിലാളി സമത്വത്തിന്റെ അല്ലെങ്കിൽ തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെ ഒരു വലിയ മുദ്രാവാക്യമാണ് ഇസ്ലാം പറഞ്ഞത്. അല്ലെ, നിങ്ങളുടെ തൊഴിലാളിക്ക് ആ തൊഴിലാളിയുടെ തൊഴിൽ ചെയ്തപ്പോഴുള്ള ആ കഷ്ടപ്പാടിന്റെ വിയർപ്പ് വറ്റുന്നതിന് മുൻപ് തന്നെ അവന്റെ കൂലി അവന് കൊടുക്കണം. അത് കൃത്യമായിക്കൊണ്ട് തന്നെ പൂർണ്ണമായിക്കൊണ്ട് തന്നെ കൊടുക്കണം എന്ന് പഠിപ്പിച്ചതായ ഇസ്ലാം സ്വന്തം കൈകൊണ്ട് ജോലി ചെയ്യുന്നതിനേക്കാളും വലിയ ഒരു മഹത്വം ഉള്ള മറ്റൊന്നും ഈ ലോകത്തില്ല എന്ന് പഠിപ്പിച്ച
പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളെ ജീവിത യാഥാർത്ഥ്യമാക്കിയവർ, ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹങ്ങളും സമ്പത്തും എല്ലാം നൽകപ്പെട്ട ഒരു വലിയ മനുഷ്യനായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹം പ്രവാചകനാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഫലസ്തീനും ഇസ്രായേലും ജോർഡാനും ആ രൂപത്തിലുള്ള രാജ്യങ്ങളെല്ലാം, സിറിയയും അടക്കമുള്ള ഈ രാജ്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാമ്രാജ്യത്തിന്റെ രാജാവും ചക്രവർത്തിയും ഒക്കെയായിരുന്ന ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷേ കുടുംബത്തിന് കഞ്ഞി കുടിക്കാൻ അന്നം കണ്ടെത്തിയിരുന്നത് മറ്റുള്ളവരുടെ പൊട്ടിയ ചെരുപ്പുകൾ തുന്നിക്കൊടുത്ത് അതിന് കിട്ടുന്നതായ പൈസ കൊണ്ടായിരുന്നു. ചെരുപ്പ് തുന്നുന്നൊരു രാജാവായി പ്രവാചകനായി ജീവിച്ചു മരിച്ച അദ്ദേഹത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, ഏറ്റവും നല്ല സമ്പാദ്യം അതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു. ഇത് ജീവിതത്തിൽ പകർത്തി ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നത്തെ നമ്മളുടെ ഈ ഇന്ത്യ ചരിത്രം വളച്ചൊടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലെ, ഔറംഗസീബ് എന്ന് പറയുന്ന മഹാനായ ഇന്ത്യ ഭരിച്ച ഒരു രാജാവ്, അത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എഴുതിയ ആളുകൾക്കൊന്നും അദ്ദേഹത്തെ ഇഷ്ടമല്ല. അതുകൊണ്ട് മൂപ്പരെ കുറിച്ച് വളരെ മോശമായി ആ ചിത്രീകരണമാണ് ചരിത്രത്തിലുള്ളത്. പക്ഷെ യഥാർത്ഥ ദീനിനെ മുറുകെ പിടിച്ചു ജീവിച്ചൊരു രാജാവായിരുന്നു, മുഗൾ രാജാവായിരുന്നു ഔറംഗസീബ്. ആ ഇന്ത്യ എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യ അല്ല, പാകിസ്ഥാനും ബംഗ്ലാദേശും നേപ്പാളും ഭൂട്ടാനും അടക്കമുള്ള അഖണ്ഡ ഭാരതത്തെ അടക്കി ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തി. അദ്ദേഹം ജീവിച്ചിരുന്നതും ചെരുപ്പ് തുന്നി അതിന്റെ വരുമാനം കൊണ്ടാണ്. കുട്ടികളെ ഭക്ഷണം കൊടുത്തിരുന്നതാണ്. ഇന്ത്യയുടെ ഈ വലിയ ആ രാജ്യത്തിന്റെ വരുമാനം അന്ന് ലോകത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ വലിയൊരു GDP ഇന്ത്യയുടെ കയ്യിലായിരുന്നു. നമുക്കെല്ലാവർക്കും ചരിത്രം വെച്ചുകൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. മറ്റുള്ള നാട്ടുകാരൊക്കെ ഇന്ത്യക്കാണ് കച്ചവടത്തിന് വന്നിരുന്നത്, ജോലി ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വന്നിരുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. ആ കാലഘട്ടത്തിൽ പോലും സ്വന്തം മക്കളുടെ സൗദിയിലെ ഒരു പള്ളിയിൽ ക്ലാസ് കേട്ടിരിക്കുമ്പോൾ ഒരു പ്രായമുള്ള ഒരു ഷെയ്ഖ് പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വാപ്പൊക്കെ ഇന്ത്യൻ ഈ രാജകുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെങ്കിലും ഹജ്ജിന് വരുന്നു എന്ന് കേട്ടാൽ ഞങ്ങളൊക്കെ ജിദ്ദയിലെ പോർട്ടിൽ പോയിട്ട് ഇങ്ങനെ വരിയിൽ നിൽക്കുമായിരുന്നു, കാരണം ഓരെന്തെങ്കിലുമൊക്കെ കയ്യിലേക്ക് തരും പൈസ എന്ന്. അത്രക്കും ആ കാലഘട്ടത്തിൽ പോലും സമൃദ്ധമായിരുന്ന ആ രാജ്യത്തിന്റെ രാജാവ് പക്ഷേ സ്വന്തം മക്കളെ പോറ്റിയിരുന്നത് ചെരുപ്പ് തുന്നി കിട്ടുന്ന വരുമാനം കൊണ്ടായിരുന്നു എന്നുള്ളത് ചരിത്ര യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് അതിന്റെ ഫലം കൊണ്ട് മക്കളെ പോറ്റുക എന്നുള്ളത് ഒരു വലിയ പുണ്യകർമ്മമായി കൊണ്ട് പഠിപ്പിച്ചതായ ഇസ്ലാം ഒരു തൊഴിലാളി എങ്ങനെയാവണം, ഒരു മുതലാളി എങ്ങനെയാവണം എന്നതും വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇസ്ലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നില്ല. അതിലെ ആ മൂസാ നബിയെ തന്റെ ജോലിക്കാരനായി ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകളോട് അഭിപ്രായം ചോദിക്കുമ്പോൾ മകള് പറയുന്ന ഒരു ഭാഗമുണ്ട്. ആ രണ്ട് പെൺമക്കളിൽ ഒരുവൾ പറഞ്ഞു, യാ അബത് പൊന്നാരുപ്പ ഇസ്തഅജർത ഇന്ന ഖൈറ മൻ ഇസ്തഅജർത ഖവിയ്യുൻ അമീൻ. ഉപ്പ, നിങ്ങളെയാണ് ജോലിക്ക് വെച്ചോളൂ, കാരണം താങ്കൾ ജോലിക്ക് വെക്കുന്ന ആള് ആ കവിയാണ്, അമീനാണ്. ഒരു തൊഴിലാളിക്ക് ഉണ്ടാവേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് ഗുണങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതാ. ഒന്ന് കവി, അവൻ അതിന് സ്കിൽഡ് ആവണം അല്ലെ. ആ എടുക്കുന്നതായ തൊഴിൽ, ആ ഒരു സ്കിൽ കോമ്പിറ്റൻസ് നമുക്ക് ഉണ്ടാവണം, അതിൽ കഴിവുണ്ടാവണം. എനിക്ക് ആ പണി അറിയാന്ന് പറഞ്ഞിട്ട് അറിയാത്ത പണി പോയിട്ട് എടുക്കാൻ നിൽക്കരുത്, അത് പഠിച്ചിട്ട് എടുക്കാം. എന്നിട്ട് പിന്നെ അതിന്റെ ആ പണി എടുപ്പിച്ച ആൾക്കും മറ്റുള്ളവർക്കും ഒക്കെ പ്രയാസാവുന്ന രൂപത്തിലാവും പിന്നെ ആ പണി. അതുകൊണ്ട് അതിൽ സ്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് അതോടൊപ്പം തന്നെ അതിന്റെ കൂടെയുള്ളത് അമീനാവണം എന്നുള്ളതാണ്. കഴിവുണ്ടായാൽ മാത്രം പോരാ, ആ ചെയ്യുന്ന ജോലിയോട് വിശ്വസ്തതയുള്ളവരാവണം, കൂറുള്ളവരാവണം. ഒരു തൊഴിലാളി എന്നുകൂടി ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്. കവിയാവണം, അമീനാവണം എന്നുള്ളതാണ് അതിന്റെ ആകത്തുകയായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. കേവലമായ അവകാശബോധങ്ങൾക്കപ്പുറം അവനവന്റെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും കടമകളെ കുറിച്ചും കൃത്യമായ ബോധ്യമുണ്ടാകുമ്പോഴാണ് തൊഴിൽ മേഖലകൾ ഹിതകരമായ രൂപത്തിൽ മുന്നോട്ട് പോവുക. ആ ഒരു രൂപത്തിൽ അതാവണമെന്ന് പഠിപ്പിച്ച ഉടമ അടിമ ബന്ധങ്ങളെ ഏറ്റവും നന്നായി കൊണ്ടുപോകാൻ പഠിപ്പിച്ച തന്റെ ജോലിക്കാരിൽ ഒരു ജോലി ചെയ്യാൻ പ്രയാസപ്പെടുമ്പോൾ അതിന്റെ കൂടെ കൂടിക്കൊടുക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായി ആവശ്യപ്പെടുന്ന രംഗം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഭാരം പൊക്കി വെക്കാൻ പ്രയാസമാകുമ്പോൾ അതിങ്ങനെ നോക്കി നിൽക്കുന്നതായ സഹാബിയോട് പ്രവാചകൻ കയർക്കുന്നുണ്ട്, അന്ന് കൂടിക്കൊടുക്കാൻ പറഞ്ഞിട്ട്. അവിടെ അടിമ ഉടമ അതല്ലെങ്കിൽ മുതലാളി തൊഴിലാളി ബന്ധങ്ങൾ എങ്ങനെയാവണമെന്ന് കൂടി
വളരെ കൃത്യമായി പഠിപ്പിച്ചതായ ഇസ്ലാമിന്റെ പാഠങ്ങൾ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ അവസരപരമായി കൊണ്ട് മനസ്സിലാക്കുക. അള്ളാഹു ആ ഒരു രൂപത്തിൽ തന്നെ വളരെ നമ്മൾ ചെയ്യുന്ന തൊഴിലോടും ചെയ്യുന്നതായ കാര്യങ്ങളോടുമൊക്കെ ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് അമീനായി കവിയായിക്കൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യ സ്വഭാവങ്ങൾ പുലർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞോ അറിയാതെ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗം മൂലം മറ്റും പ്രയാസപ്പെടുന്നതായ ആളുകളുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സും പടച്ചുതമ്പുരാൻ അവർക്ക് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا